വളരെ പെട്ടെന്ന് ഒരു കിടിലൻ ബീഫ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളകും വലിയ ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. അതിട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 2 സവാള, ഇപ്പോൾ 1 കിലോ ബീഫിനാണ് 2 വലിയ സവാള ചേർത്തിരിക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ ഷെയ്ഡിൽ, നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ഒരു 2.5 സ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് വലിയൊരു തക്കാളിയും കൂടെ ചേർക്കുക. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന, അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ശേഷം ഇതിലേക്ക് അരിഞ്ഞ് വെച്ച മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ ബീഫ് കറിയിലേക്ക് നമുക്ക് അഡീഷണലായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫ് വേവിക്കുമ്പോൾ തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങി വരുമല്ലോ കുക്കറിൽ, ആ വെള്ളം തന്നെ ചേർത്താൽ മതി കേട്ടോ. അടിപൊളി ബീഫ് കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.